അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ അവസാന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചും അതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടുന്നതിനെ സംബന്ധിച്ചും നമ്മൾ ചിന്തിക്കാറുണ്ട്. സക്കാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സക്കാത്ത് രണ്ട് തരം സക്കാത്തുകളാണ്. ഒന്നാമത്തത് ധനത്തിൻ്റെ സക്കാത്ത്, രണ്ടാമത്തത് ശരീരത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്ന ഫിത്ർ സക്കാത്ത്. ഈ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിത്ർ സക്കാത്ത് അത് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങൾ, ഒരു നോമ്പുകാരൻ്റെ അവന് നോമ്പ് സമയത്തുണ്ടായിരുന്ന പാഴ് സംസാരങ്ങൾ, പാഴ് പ്രവർത്തികൾ, ഇതിൽ നിന്നെല്ലാം നോമ്പുകാരനെ ശുദ്ധീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുത്തു വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം, ചെറിയ കുഞ്ഞുങ്ങൾ, നോമ്പ് നിർബന്ധമില്ലാത്ത ചെറിയ കുട്ടികൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരല്ല, അവർ നോമ്പ് പിടിച്ചിട്ട് ഇല്ല, അവർക്ക് സക്കാത്ത് കൊടുക്കണോ? അവർക്ക് സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്? ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നോമ്പുകാരനെ പാഴ് പ്രവർത്തനങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും ശുദ്ധീകരണം ചെയ്യുക. രണ്ട്, ദരിദ്രരായ ആൾക്കാർക്ക് ഒരു സഹായമായി മാറുക. പാവപ്പെട്ടവരായ ആൾക്കാർക്ക് പെരുന്നാൾ ദിവസം ഒരു സന്തോഷമായി മാറുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികളും സക്കാത്ത് കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഇനി ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്നത് എപ്പോഴാണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന സമയം, അത് കൊടുക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമയം എപ്പോഴാണ്? റമളാൻ്റെ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം, എങ്കിലും അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയമെന്ന് പറഞ്ഞാൽ ശവ്വാലിൻ്റെ പറ കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് കൈകെട്ടുന്നത് വരെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സമയം. അതാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ത് സാധനം കൊണ്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ പ്രധാന ആഹാരമാണ് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അരി ആഹാരമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ അരിയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. അരിക്ക് പകരം അരി വാങ്ങാനുള്ള പൈസ കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടുമോ? ശരിയാവുകയില്ല. അത് അരി തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഒരാൾ എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അവൻ പെരുന്നാളിൻ്റെ പിറ കാണുമ്പോൾ എവിടെയാണോ താമസിക്കുന്നത്, എവിടെയാണോ ഉള്ളത്, അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം വിദേശത്താണ് കൊടുക്കേണ്ടത്. പെരുന്നാളിൻ്റെ പിറ കാണുമ്പോൾ അദ്ദേഹം ഗൾഫിലാണെങ്കിൽ അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നാട്ടിലാണുണ്ടെങ്കിൽ അവർക്ക് നാട്ടിൽ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഫിത്ർ സക്കാത്ത് ആർക്കെല്ലാമാണ് നിർബന്ധമാകുന്നത് ആർക്കൊക്കെയാണ്? പെരുന്നാൾ ദിവസത്തെ പകലിലും രാത്രിയിലും താനും തനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ വ്യക്തികൾക്കും, അന്നേ ദിവസത്തെ ചിലവിനുള്ള വക മാറ്റിവെച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. തൻ്റെ ഭാര്യ, മക്കള്, തൻ്റെ ചിലവിൽ കഴിയുന്ന എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് താൻ കൊടുക്കണം. ഇനി അത് കൊടുക്കേണ്ടുന്ന അളവ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഒരുപാട് ചർച്ചകൾ വന്ന വിഷയമാണ്. 2 കിലോ കൊടുക്കണം, 200 കൊടുക്കണോ, 2.5 കിലോ കൊടുക്കണോ, 3 കിലോ കൊടുക്കണോ? കൂടിയാൽ നമുക്ക് എത്രയും കൊടുക്കാം, പക്ഷേ കുറഞ്ഞാൽ എത്ര വരെ ആകാം
എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അതിന് ഒരുപാട് സംശയങ്ങൾ വന്നു, ഒരുപാട് പേര് പല ചോദ്യങ്ങളും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി മുദ്ദ് എന്നുള്ള പാത്രം എൻ്റെ കയ്യിലുണ്ട്. ആ മുദ്ദ് എന്ന പാത്രത്തിൽ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും അളന്ന് നാഴി ഉപയോഗിച്ച് അല്ലെങ്കിൽ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉപയോഗിച്ചിട്ട് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി അളന്നെടുക്കാനുള്ള ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് മുദ്ദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദാ ഈ പാത്രത്തിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മുദ്ദുൻ നബവി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബാക്കളും ഉപയോഗിച്ചിട്ടുള്ള അതുപോലത്തെ മുദ്ദ് പാത്രമാണ്. ഇത് സനദുള്ള മുദ്ദ് പാത്രമാണ്. ഈ മുദ്ദ് പാത്രത്തിൽ 4 പാത്രമാണ്, ഒരു സോൾ. 4 മുദ്ദാണ് ഒരു സോൾ. ഒരു സോൾ ആണ് ഫിത്ർ സക്കാത്തിൻ്റെ അളവ്. ഈ മുദ്ദ് എന്ന പാത്രത്തിൽ നമ്മൾ കേരളത്തിലുള്ളവർ അരിയാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ 4 പാത്രം അരി എടുക്കുക. അതാണ് ഒരു സോൾ. അതാണ് നമ്മുടെ ഫിത്ർ സക്കാത്തിൻ്റെ, ഒരു വ്യക്തിയുടെ ഫിത്ർ സക്കാത്തിൻ്റെ അളവ്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ മുദ്ദ് എന്ന് പറയുന്ന പാത്രം നമുക്ക് ഇവിടെ കിട്ടുകയില്ല, ലഭ്യതയില്ല. ഇത് ഞാനിത് പ്രത്യേകിച്ച് വരുത്തിയതാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ സാധാരണ ഉപയോഗിച്ചിരുന്ന, കേരളത്തിൽ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു വരുന്നത് ഒരു അളവ് പാത്രമാണ് നാഴി എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ നാഴി അതുപോലെ തന്നെ പക്ക എല്ലാം അളന്നെടുക്കുന്നത്. ഈ നാഴിക്ക് എത്ര അളവാണ് മുദ്ദ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ നാഴി ഇപ്പോൾ അങ്ങനെ അപൂർവമാണ്, കിട്ടാൻ പാടാണ്. സാധാരണ എല്ലാ വീടുകളും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഈ ടിന്നാണ് ഉപയോഗിക്കുന്നത്. 380 ഗ്രാമാണ്. ഈ മിൽക്ക് മെയ്ഡിൻ്റെ പാത്രമാണ് സാധാരണ വീടുകളിൽ ഇപ്പം നാഴിയായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ പഴയ നാഴിയും ഇതും ഒരേ അളവാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, നിറച്ചരിയിരിക്കുകയാണ്. രണ്ടും തുല്യ അളവാണ്. നാഴിയും മിൽക്ക് മെയ്ഡിൻ്റെ പാത്രവും തുല്യ അളവാണ്. കണ്ടോ, ഇതിനകം കൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര നാഴിയാണ് ഒരു മുദ്ദ് എന്ന് നമുക്കറിയണം. അത് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. നോക്കാം, നാളെ നോക്കാം. ഇത് ഒരു നാഴിയാണല്ലോ നമ്മൾ അളന്നു വെച്ചിരുന്നത്. രണ്ട് നാഴി. രണ്ടേ മുക്കാൽ നാഴിയാണ്. 3 നാഴി തികച്ചില്ല. ഇതാ കണ്ടോ. ഇനിയുള്ളത് മുക്കാൽ നാഴി. അതായത് ഇതിനകത്ത് ഒന്നിട്ട് കാണിച്ചു തരാം. അതാ ഇത്ര അരിയാണ് ഇനിയുള്ളത്. 2.25 നാഴി. 2 നാഴിയും പിന്നെ 3 നാഴിക്ക് ഒരു പിടി അരിയുടെ കുറവേ ഉള്ളൂ. ഇതാ ഇത്രയാണ് ഇതിൻ്റെ വ്യത്യാസം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലായി 2.25 നാഴിയാണ് ഒരു മുദ്ദ് എന്നുള്ളത്. 2.25 നാഴി. ഈ മിൽക്ക് മെയ്ഡും ഇതും ഒരേ അളവാണ്. ഇതിന് 2.25 നാഴിയാണ് ഒരു മുദ്ദ് എന്ന് പറയുന്ന അളവ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 മുദ്ദാണല്ലോ ഒരു ഫിത്ർ സക്കാത്തിൻ്റെ അളവായ ഒരു സോഴ് വരുന്നത്. അപ്പോൾ 2.25 ഇൻറ്റു 4 11 നാഴി. അപ്പോൾ ഈ നാഴിക്ക് 11 നാഴി അളന്ന ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ അതാണ് 4 മുദ്ദ്. അതായത് ഒരു സോഴ്, ഒരു മനുഷ്യൻ്റെ ഫിത്ർ സക്കാത്തിൻ്റെ അളവ്. ഇതിന് 11 നാഴി. ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് ഇത് ഉണ്ടെങ്കിൽ അതായാലും മതി, അതിലും 11 നാഴി അളക്കുക. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു കടയിൽ നിന്നും ഫിത്ർ സക്കാത്തിൻ്റെ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. ഫിത്ർ സക്കാത്തിന് വേണ്ടി അവർ കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ വന്ന് അളന്ന് നോക്കി. ഈ മുദ്ദ് എന്ന് പറയുന്ന പാത്രത്തിൽ ഞാൻ അളന്നു നോക്കി. ഇത് 4 മുദ്ദ് തികച്ചിട്ടില്ല. 3.25 മുദ്ദേ ഉള്ളൂ. ഏകദേശം ഈ നാഴിക്കള നോക്കിയപ്പോഴത്തേക്ക് 9.5 നാഴിയേ അരിയുള്ളൂ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് വീടുകയില്ല. നമ്മൾ കടക്കാരെ കുറ്റം പറയുന്നതല്ല. നമ്മൾ 2.5 കിലോ അരിയോ അല്ലെങ്കിൽ ഇത് 2.5 കിലോ അരി ഉണ്ടെന്നാണ് പറഞ്ഞു. പൂവൻ കോഴി ബ്രാൻഡ് 2.5 കിലോ അരി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ കിലോ ഇനി സംസാരിക്കുന്നതല്ല, അളന്നു കൊടുക്കാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കടയിൽ നിന്നും അരി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ നാഴിക്ക് അളന്നു കൊടുക്കുക. പണ്ട് കാലത്തുള്ള അളവ് പാത്രമാണ് ഈ നാഴി. ഇത് ഇതിന് നിങ്ങൾ 11 നാഴി അളന്നു കൊടുക്കുക. ഒരാളിന് 11 നാഴി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും പരിശുദ്ധ റമദാനിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹായികൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.